യുവവാണി. പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഇന്നത്തെ യുവവാണിയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കേൾക്കുന്ന ഒരു ചോദ്യമുണ്ട്. കുട്ടികളോട് അധ്യാപകരും മാതാപിതാക്കളും മറ്റുള്ളവരും എല്ലാവരും ചോദിക്കും, വലുതാവുമ്പോൾ എന്താവാനാണ് ആഗ്രഹം എന്നൊരു ചോദ്യം നമ്മൾ കേൾക്കാറുണ്ട്. ഇതിന് സാധാരണ കുട്ടികൾ പറയുന്ന ഒരു മറുപടിയുണ്ട്. ഡോക്ടർ ആവണം, എൻജിനീയർ ആവണം, പൈലറ്റ് ആവണം, എനിക്ക് തീവണ്ടി ഓടിക്കണം, ബൈക്കിൽ സ്റ്റണ്ട് ചെയ്യുന്ന ആളാവണം. അങ്ങനെ പല മറുപടികളും നമ്മൾ കേൾക്കാറുണ്ട്. കുട്ടികൾ വലുതാവുമ്പോൾ ഇതൊന്നും അല്ല ആവുന്നത് മിക്കവാറും. അതും മറ്റൊരു കാര്യം. ഇപ്പോഴാണെങ്കിൽ കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. കുട്ടികളോട് എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോഴേക്കും അവർ പറഞ്ഞത് എനിക്ക് US പോകണം, അല്ലെങ്കിൽ UK പോകണം, റഷ്യയിൽ പോകണം, ഇങ്ങനെയുള്ള മറുപടികൾ. അങ്ങനെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ അപ്പോഴും അന്നും ഇന്നും അധികമാരും പറയാത്തൊരു മറുപടിയാണ് എനിക്ക് കൃഷി ചെയ്യണം എന്നുള്ളത്. കാരണം നമ്മുടെ നാട്ടിൽ പൊതുവെ കൃഷി എന്നത് ഒരുപാട് വരുമാനമൊന്നും ലഭിക്കാത്തൊരു തൊഴിലായിട്ടാണ് കരുതപ്പെടുന്നത്. നമ്മൾ പരമ്പരാഗതമായിട്ട് ഒരുപാട് കൃഷി ഉണ്ടായിരുന്നൊരു സംസ്ഥാനമാണ് നമ്മുടേത്. ഇപ്പോൾ നമ്മൾ പല കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നൊരു പ്രദേശമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കേരളം. അപ്പോൾ നമ്മൾ പൊതുവെ കണ്ടുവരുന്നത് യുവാക്കളാരും കൃഷിയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. എങ്കിലും ഇതിന് അപവാദങ്ങളുണ്ട്. ഇപ്പോഴും വളരെ ആത്മാർത്ഥമായി കൃഷിയിലേക്ക് ഇറങ്ങുകയും അതിൽ നിന്ന് വളരെ മാന്യമായ വരുമാനം നേടുകയും ചെയ്യുന്ന യുവാക്കളൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്പം കയ്യിലും കാലിലും മണ്ണ് പറ്റിയാൽ ഒരു കുഴപ്പമില്ല എന്ന് ചിന്തിക്കുകയും മണ്ണിൽ വിയർപ്പൊഴുക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന കുറച്ച് ആളുകളൊക്കെ ഇപ്പോഴും കൃഷി വളരെ വിജയകരമായൊരു തൊഴിലായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത്തരമൊരാളാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ലിബിൻ കേരളീയത്തെ. നമസ്കാരം. നമസ്കാരം ലിബിൻ. ലിബിൻ്റെ സ്ഥലം എവിടെയാണ്? ഞാൻ പാലക്കാട് ജില്ലയിൽ ആലത്തൂർ താലൂക്കിനടുത്ത് കൊഴമന്നത്താണ് ഉള്ളത്. ലിബിൻ ജനിച്ചു വളർന്നതൊക്കെ അവിടെ തന്നെയാണോ? അതെ, ഇവിടെ തന്നെയാണ്. ജനിച്ചത് മുതൽ ഇവിടെ തന്നെയാണ് ഉള്ളത്. നമ്മൾ പരിപാടിയുടെ തുടക്കത്തിൽ തന്നെ ശ്രോതാക്കളോട് പറഞ്ഞു കഴിഞ്ഞു ലിബിൻ കൃഷി ചെയ്യുന്ന ഒരു യുവാവാണെന്ന്. കൃഷി കൂടാതെ മറ്റെന്താണ് ചെയ്യുന്നത്? ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. MBA ഫൈനൽ ഇയർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫിനാൻഷ്യൽ മാനേജ്മെന്റും ഹ്യൂമൻ റിസോഴ്സും ഒരുമിച്ചാണ് ചെയ്യുന്നത്. എവിടെയാണ് MBA ചെയ്യുന്നത്? കോയമ്പത്തൂരാണ്. ഇവിടെ നിന്ന് പാലക്കാട് അടുത്തായത് കൊണ്ടാണ് കോയമ്പത്തൂർ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ലിബിൻ്റെ കുടുംബത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? വീട്ടിൽ അമ്മ, അച്ഛൻ, ഒരു അനിയനുണ്ട്. ഒരു ചെറിയ കുടുംബമാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമ്മൾ പല കുട്ടികളോടും ചെറുപ്പത്തിലൊക്കെ ചോദിക്കും മോന് അല്ലെങ്കിൽ മോൾക്ക് ആരാവാനാണ് ആഗ്രഹം എന്നൊക്കെ. അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ലിബിന് തോന്നിയിരുന്നോ കൃഷിയോടൊരു താല്പര്യം? സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, അതായത് നമ്മളൊരു 9ാം ക്ലാസ് മുതലൊക്കെ വീട്ടിലെ സാമ്പത്തിക ഒരു സാഹചര്യം കൊണ്ടാണ് കൃഷിപ്പണി കാര്യങ്ങളൊക്കെ, ചെറിയ ചെറിയ കൃഷിപ്പണികൾക്കും കാര്യങ്ങളൊക്കെ സഹായിച്ചു പോയിരുന്നത്. പിന്നെ അതിൽ നിന്നുള്ളൊരു വരുമാനം നമ്മുടെ ഫാമിലിക്ക് ആവശ്യമാണ് എന്ന് കണ്ടതുകൊണ്ടാണ് അതിൽ തുടർന്നത്. അപ്പോൾ ലിബിൻ്റേതൊരു കർഷക കുടുംബമായിരുന്നു അല്ലേ? എന്നുള്ള രീതിയിലോട്ടായി. ലിബിൻ്റേതപ്പോൾ ഒരു കർഷക കുടുംബമായിരുന്നു അല്ലേ? കൃഷിപ്പണിയാണ് ഉള്ളത്, അല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് ഒരു ചെറിയൊരു കൃഷിസ്ഥലം പോലും, 1 സെന്റ് കൃഷിസ്ഥലം പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമുക്ക് അത്യാവശ്യം കൃഷിസ്ഥലം ഉണ്ട്. നമ്മൾ എല്ലാം ഈ അടുത്ത കാലത്തായിട്ട് ഈ കൃഷിയിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തതാണ് എല്ലാം. ഇപ്പോൾ നമ്മൾ പൊതുവെ കണ്ടുവരുന്നത്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃഷി മുഖ്യ ഉപജീവന മാർഗമായി എടുത്തിരുന്ന പലരും ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയൊക്കെ പോലും അടുത്ത തലമുറ കൃഷിയിലേക്ക് വരാനൊരു താല്പര്യം കാണിച്ചിരുന്നില്ല. ലിബിൻ പറഞ്ഞു വീട്ടിലെ സാമ്പത്തിക ചുറ്റുപാടെല്ലാം ഇങ്ങനെ കൃഷിയിലേക്ക് വരാൻ, അതായത് കൃഷിപ്പണിയിൽ സഹായിക്കാൻ, അച്ഛനമ്മമാരെ സഹായിക്കാൻ ഒരു കാരണമായിരുന്നു. പക്ഷേ അതുകൊണ്ട് മാത്രം നമുക്ക് ആ ഒരു താല്പര്യം തോന്നിക്കൊള്ളണമെന്നില്ലല്ലോ. ഇല്ല. എന്താണ് ലിബിന് കൃഷിയോടൊരു താല്പര്യം തോന്നിപ്പിച്ച ഒരു ഘടകം എന്തായിരുന്നു? അതായത് ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പ്രകൃതിയോടിണങ്ങി, അല്ലെങ്കിൽ എല്ലാവരും നമ്മളിപ്പോൾ പുറത്ത് പോകണം. ഒരുപാട് പേര്, എൻ്റെ കൂടെയുള്ള എൻ്റെ സുഹൃത്തുക്കളായാലും ഒരുപാട് പേര് പറയും ഒരു സർക്കാർ ജോലി വേണം, അല്ലെങ്കിൽ ഒരു പുറത്ത് പോകണം, UK, USA, ഒരുപാട് രാജ്യങ്ങളിലോട്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. പക്ഷേ നമുക്ക് പ്രകൃതിയോടിണങ്ങി, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു സ്വന്തമായ ഒരു പേരുണ്ടായി ഇവിടെ നിന്ന് പോവുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹമായിട്ടുണ്ടായിരുന്നത്.
എല്ലാവരും പറയുന്നത് ഒരു ഫിക്സഡ് ഇൻകം ഇല്ലാത്തത് കൊണ്ടാണ് പലരും കൃഷിയിലോട്ട് വരാത്തത്, അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ താല്പര്യമില്ലാത്തത് എന്നാണ് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രീയമായി കൃഷി ചെയ്താൽ, അത് നമ്മൾ കൃത്യമായി മാർക്കറ്റ് ചെയ്യാൻ സാധിച്ചാൽ, നമ്മൾ ഏത് സ്ഥലത്ത് പോയി ചെയ്യുന്നതിനേക്കാളും ഏണിങ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതെല്ലാം ഒരുപക്ഷെ പിന്നീട് മനസ്സിലാക്കിയതായിരിക്കും. അന്നൊരു 9ാം ക്ലാസ്സുകാരന്റെ മനസ്സിൽ ഇത്രയൊന്നും നമ്മൾ പോയിട്ടുണ്ടാവില്ല. തുടക്കകാലത്ത് നമുക്ക് നിലനിന്ന് പോകണം എന്ന് മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്തെങ്കിലും ഒരു ജോലി അല്ലെങ്കിൽ ജോലിയിൽ പോയി പ്രവേശിച്ചു എന്ന് മാത്രം ഉള്ളത് കൊണ്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കൃഷിയിലോട്ട് വന്നത്. അന്നൊക്കെ 9ാം ക്ലാസ്സിലെ അച്ഛനമ്മമാരെ സഹായിക്കാൻ വേണ്ടി തുടങ്ങിയ ഈ കൃഷിയുമായുള്ള ബന്ധം പിന്നീട് അത് ദൃഢമാവുകയും കൃഷി ഒരു ജോലിയായി തന്നെ എടുത്തു കളയാം എന്ന് തീരുമാനിക്കുകയൊക്കെ ചെയ്തത് എപ്പോഴായിരുന്നു? അത് കൃഷിയിൽ നിന്നുള്ളൊരു നമുക്കൊരു വരുമാനം എങ്ങനെ ഉണ്ടാകാം എന്നുള്ളത് ചിന്തിച്ചിട്ടാണ്. കാരണം ഒരുപാട് പേര് പലരും സ്ഥലം വെറുതെ ഇടുക, തരിശിടുക, അത് മാത്രമാക്കി. കാരണം നമ്മളുടെ കൂലിച്ചെലവ് എല്ലാ കാര്യങ്ങളും കൊണ്ടാണ്, ഒരുപാട് കാര്യങ്ങൾ കൊണ്ട്, ഇപ്പൊ നമ്മുടെ പ്രകൃതി ആയാലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് പലരും കൃഷി ഉപേക്ഷിച്ചു തുടങ്ങി എന്ന് കണ്ടപ്പോഴാണ് നമുക്ക് ഭക്ഷണം കഴിക്കണമല്ലോ, അതുകൊണ്ടാണ് എല്ലാത്തിനും നമ്മളിപ്പോ അന്യ സംസ്ഥാനങ്ങളെ അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് അരി കമ്പ്യൂട്ടറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരുപാട് ശാസ്ത്രം എത്രയൊക്കെ വികസിച്ചാലും നമുക്ക് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്ത ആ ഒരു കൺസെപ്റ്റാണ് ഉള്ളത്. എനിക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, നല്ല ഭക്ഷണം വേണം, വിഷരഹിതമായ പച്ചക്കറികളെല്ലാം കഴിക്കണം, ഏറ്റവും പോഷകസമ്പുഷ്ടമായ ഭക്ഷണം തന്നെ കിട്ടണം എന്നെല്ലാം ആഗ്രഹമുണ്ട്. പക്ഷേ ആരും ചിന്തിക്കുന്നില്ല ഇതെവിടെ നിന്ന് വരണം, ഇതെവിടെ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ അതിനൊരു മുൻകൈ എടുക്കാൻ പലരും തയ്യാറാകുന്നില്ല എന്നാണ് കാണുന്നത്. അപ്പോൾ ലിബിൻ പിന്നെ ഉപരിപഠനത്തിനൊക്കെ പോകുന്ന സമയമായപ്പോഴേക്കും കൃഷിയിലേക്ക് കുറച്ചുകൂടെ മുന്നോട്ട് വന്നിരുന്നു. അതെ, ഞാൻ ഡിഗ്രി കാലയളവിൽ മുതൽ MBA ചെയ്യുന്നതും ആ സമയങ്ങളിലെല്ലാം കാരണം എനിക്ക് ഒരു ഫീസ് അടയ്ക്കണമെങ്കിൽ നമുക്ക് അത് ഈ കൃഷിയിൽ നിന്നുള്ള ഒരു തുക കൊണ്ടാണ് ഞാൻ ഫീസ് അടച്ചതും എല്ലാ കാര്യങ്ങളും, എൻ്റെ കാര്യങ്ങളെല്ലാം നടത്തിയത്. അപ്പൊ നമ്മൾ ഒരിക്കലും കൃഷിയെ കൈവിട്ട് കളയരുത് എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോയത്. പിന്നീട് അതിൽ നിന്ന് കുറച്ച് എക്സ്പാൻഡ് ചെയ്ത് ഇപ്പോൾ നിൽക്കുന്ന നിലയിലേക്ക് എത്തിയപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു മനോധൈര്യം കിട്ടി. അതുകൊണ്ടാണ്. അപ്പോൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയം മുതലേ കൃഷിയിൽ നിന്ന് ചെറുതാണെങ്കിലും നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോകാനുള്ള ഒരു വരുമാനം വന്നു തുടങ്ങിയിരുന്നു. അതെ, കൃഷി കാരണം ഞാൻ മുമ്പ് ചെറിയ ചെറിയ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ഞാൻ കോഴികളെ വളർത്തിയിരുന്നു. അപ്പോൾ എന്നെ പൊതുവെ കളിയാക്കിയിരുന്നത്, അല്ലെങ്കിൽ കളിയാക്കുന്ന രീതിയിൽ അവരെന്നോട് പറഞ്ഞിരുന്നത്, കോഴിമുട്ടകളെല്ലാം വിൽപ്പനയുണ്ടായിരുന്നു. അപ്പൊ എന്നെ കളിയാക്കിയിരുന്നത് ആ ഒരു രീതിയിലാണ്. പക്ഷെ എനിക്കതൊരു കളിയാക്കലായി തോന്നിയില്ല. കാരണം അവരെല്ലാം പുറത്തു നിന്നുള്ള കോഴിമുട്ടകൾ ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ നാടൻ കോഴിമുട്ടയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. അപ്പൊ നമ്മളുടെ സാധനങ്ങൾക്ക് ഡിമാൻഡ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയ അന്ന് മുതൽ നമ്മൾ കൃഷിയിൽ തന്നെയാണ് ഉള്ളത്. എനിക്ക് തോന്നുന്നു ലിബിൻ കൃഷിയെ ഗൗരവമായി കണ്ടു തുടങ്ങിയിരുന്ന ആ ഒരു കാലഘട്ടം മുതൽ തന്നെ അതിനെ നിരുത്സാഹപ്പെടുത്താനും പല വശത്തു നിന്നും ആളുകൾ വന്നിട്ടുണ്ടാവണം. എന്തൊക്കെയാണ് അവർ ലിബിനോട് പറഞ്ഞിരുന്നത്? ഇല്ല, എനിക്ക് ഇപ്പൊ നമ്മള് നിരുത്സാഹപ്പെടുത്താൻ എനിക്ക് ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ് ഏറ്റവും വലിയ എതിർപ്പുണ്ടായിരുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു മകന് കൃത്യമായ ഒരു വരുമാനം അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻകം എന്നുള്ള കൺസെപ്റ്റ് ആയിരിക്കുമല്ലോ അവര് സെറ്റിലാവണം. അവരുടെ ഒരു പുറം ലോകം എന്ന് പറയുന്നത് കുറച്ച് സാമ്പത്തികമായിട്ട് ഭദ്രതയാവുക എന്നുള്ള ഇതാണ്. അതെ, അപ്പൊ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെയാണ് ഏറ്റവും അധികം എതിർപ്പ്. പിന്നെ കൂട്ടുകാരിൽ നിന്നുമുള്ള ഒരു എതിർപ്പുണ്ട്. കാരണം എനിക്കൊരു ഫിക്സഡ് ഇൻകം വരുന്നത് വരെ നമ്മൾക്ക് ചുറ്റുപാടുമുള്ളവരിൽ നിന്നും എല്ലാം ഒരു എതിർപ്പ് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇതിൽ നിന്നിട്ട് എന്തിനാണ് എന്ന ഒരുപാട് തവണ ആ ഒരു ചോദ്യം നമ്മളെ ഉറക്കം കെടുത്താറുണ്ട് എന്ന് പറയാം. അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത്തരം ചോദ്യങ്ങൾക്ക് മുന്നിൽ ലിബിൻ പതറിപ്പോയിട്ടുണ്ടോ? പതറൽ നമുക്ക് കൃഷിയിലോട്ട് വന്നാൽ ഒരിക്കലും, കൃഷി കണ്ട് വളർന്നാൽ നമുക്കൊരിക്കലും പതർച്ച ഉണ്ടാവില്ല. ഒരു മനോബലമാണ്. കാരണം എന്താ വെച്ചാൽ കൃഷിയിൽ നിന്ന് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഏണിങ്സ് വരുന്നതല്ല. അപ്പോ ഒരു ചെടി നട്ട് ഒരു വിത്ത് മുളച്ച ആ ചെടി വലുതായി പൂക്കൾ ഉണ്ടായി അതിൽ നിന്ന് കായ എടുക്കുമ്പോൾ ഉണ്ടാവുന്ന അത്രയും ക്ഷമ നമുക്കുണ്ടെങ്കിൽ വേറെ ഒരു കാര്യത്തിലും നമ്മൾ പതറേണ്ടി വരില്ല. പക്ഷെ
പക്ഷെ നമുക്ക് ഒരു 2 തവണ ചിന്തിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവും. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഒരു വരുമാനം വരുന്നതിന് മുമ്പ് നമ്മൾ ഒരു തവണ ഒന്ന് ചിന്തിക്കേണ്ട, 1 2 തവണ ചിന്തിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തിനായിരുന്നു ഇതിലോട്ട് വന്നത് എന്ന് ചിന്തിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ലിബിന പറഞ്ഞ കാര്യം വളരെ ശരിയായിരുന്നു. കാരണം കൃഷി എന്ന് പറയുന്നത് തന്നെ നമ്മൾ എന്തിനോടെല്ലാം പൊരുതിയാണല്ലോ മുന്നോട്ട് പോകുന്നത്. പ്രതികൂലമായ കാലാവസ്ഥ ചിലപ്പോൾ ഉണ്ടായെന്നിരിക്കാം, നമ്മൾ പ്രതീക്ഷിക്കുന്ന വിളവ് കിട്ടിയില്ലെന്നിരിക്കാം, കീടങ്ങളുടെ ആക്രമണം ഉണ്ടായെന്നിരിക്കാം. അങ്ങനെ ഒരു കർഷകൻ എന്തിനോടെല്ലാം പൊരുതിയാണ് മുന്നോട്ട് വരുന്നത്, നമുക്ക് അവസാന വിളം നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത്. കൂട്ടുകാരോടാണെങ്കിലും എല്ലാവരോടും, എൻ്റെ ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ പോലും ഞാൻ പറയും, ആവശ്യമുള്ള സാധനം മാത്രം ഓർഡർ ചെയ്യുക. നമ്മൾ കഴിക്കും എന്ന് ഉറപ്പുള്ളത് മാത്രം, കളയാനായി ഒന്നും ഓർഡർ ചെയ്യരുത്. കാരണം അത് നമ്മളുടെ പ്ലേറ്റിൽ എത്തണമെങ്കിൽ അതിന് പുറകിൽ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ടാവും. നമ്മൾക്കത് 5 മിനിറ്റിൽ സാധനം ടേബിളിൽ എത്തും, പക്ഷെ അതിന് പുറകിൽ ഒരുപാട് പേരുടെ അധ്വാനം ഉണ്ട്. ആ ഒരു ഇതെന്നും നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഭക്ഷണം വേസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കൃഷിയെ മോശമായി കാണാനോ കൃഷിക്കാരെ മോശമായി കാണാനോ തോന്നില്ല നമുക്ക്. അതെ, നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി, ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വിഭവങ്ങൾ, ധാന്യങ്ങളും പച്ചക്കറികളും എല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾക്കാണല്ലോ അത് കളയുമ്പോൾ ഒരു വിഷമം ശരിക്കും അറിയാൻ പറ്റും, അറിയുള്ളൂ. അപ്പോൾ ഈ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഒരു ബിരുദാനന്തര ബിരുദമാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ ഈ കൃഷിയുടെ സ്വാധീനം, ഇത്ര നാൾ കൃഷിയിലൂടെ കണ്ടെത്തിയ ഒരു വരുമാനത്തിൻ്റെ സ്വാധീനം, അല്ലെങ്കിൽ കൃഷിയാണ് നമ്മളെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത് എന്നുള്ള ആ കാര്യം, അതെന്തെങ്കിലും തരം സ്വാധീനം ചെലുത്തിയിരുന്നു? ഇല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ നമ്മളുടെ കർഷകർ, അല്ലെങ്കിൽ അതായത് ഞാൻ കേരളത്തിലെ കർഷകർ എന്ന് മാത്രമല്ല ലോകത്ത് എവിടെയാണെങ്കിലും കർഷകർ ഒരു അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവരുണ്ടാക്കുന്ന സാധനങ്ങൾ കൃത്യമായി ആവശ്യക്കാരിലെത്തണം. അതാണ് ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നം. അവരെ ഉണ്ടാക്കാൻ ഇതിനോടെല്ലാം പടപൊരുതി നമുക്ക് കൃഷി എല്ലാ കാലാവസ്ഥയോട്, കീടങ്ങളോട്, എല്ലാത്തിനോടും പടവെട്ടി നമ്മൾ ഒരു സാധനം, ഒരു പച്ചക്കറി അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും വിളയിച്ചെടുത്താലും അത് ആവശ്യക്കാരിലേക്ക് കൃത്യമായി എത്തണം. അതെങ്ങനെ എത്തിക്കാം എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് എല്ലാ കർഷകരുടെ മുമ്പിലും. ഇന്നത്തെ ഒരു തലമുറ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അത് മാറി ചിന്തിക്കുന്നുണ്ട്. നമ്മുടെ ചെറിയ രീതിയിൽ അതിലോട്ട് എങ്ങനെ പുതിയ സാങ്കേതിക വിദ്യകൾ അല്ലെങ്കിൽ പുതിയ രീതികൾ കൃഷിയിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് അതിനെങ്ങനെ ആവശ്യക്കാരിലേക്ക് നേരിട്ട് എത്തിക്കാം എന്നുള്ളത് ഒരു പക്ഷേ ആളുകളും ഒരുപാട് മാറി ചിന്തിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ തുടക്കകാലത്തു നിന്നും ഇപ്പോൾ എനിക്ക് ആളുകളോട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യേണ്ടി വരാറില്ല. എന്താന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഓരോന്നിനെ കുറിച്ച് സ്വന്തമായ ഒരു ചെറിയ അവയർനെസ് എങ്കിലും ഉണ്ട്. അതുകൊണ്ടാണ്. അതെ, സാഹചര്യങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ MBA തിരഞ്ഞെടുക്കുമ്പോഴേക്കും ലിബിൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഈ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനത്തെ പറ്റി കൂടുതൽ പഠിക്കണം എന്നുള്ളൊരു ആശയം ഉണ്ടായിരുന്നു അല്ലേ മനസ്സിൽ? അതായത് ഞാൻ MBA ചേരുന്നതിന് മുമ്പ് തന്നെ, തുടക്കം മുതൽ തന്നെ കൃഷിയിൽ നിന്നുള്ള ഏത് സാധനങ്ങളായാലും നേരിട്ട് വിൽക്കുക എന്നൊരു കൺസെപ്റ്റാണ് ഉണ്ടായിരുന്നത്. കൃഷിയിൽ നിന്ന് പച്ചക്കറികളായാലും ഇപ്പൊ നമ്മൾ കൃഷിയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെല്ലാം, ഇപ്പൊ മഞ്ഞളായാലും മഞ്ഞൾ ഞാൻ നേരിട്ട് കൊടുക്കാറില്ല. മഞ്ഞളിന്റെ പൊടിയാക്കിയിട്ടാണ് ആവിയിൽ പുഴുങ്ങി ഉണക്കി അതിന് പൊടിയാക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ മഞ്ഞൾപ്പൊടിക്കുള്ള ഒരു വില, ശുദ്ധമായ മഞ്ഞൾപ്പൊടി ആദ്യം ഒരു തവണ മാത്രമാണ് നമ്മൾ കസ്റ്റമേഴ്സിനോട് അല്ലെങ്കിൽ ആവശ്യക്കാരോട് ഇതിന്റെ ഒരു ഗുണഫലങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ. പിന്നീട് ഒരു തവണ വാങ്ങിച്ചാൽ അവരൊരു 10 പേരോടെങ്കിലും പറയും. കാരണം ഇത്രയും ശുദ്ധമായ സാധനം, ഇതിപ്പോ എന്റെ എന്നല്ല, ശുദ്ധമായി കൃഷി ചെയ്യുന്ന എല്ലാ കർഷകരുടെ കയ്യിൽ നിന്നും നേരിട്ട് വാങ്ങിക്കുന്ന പലർക്കും അറിയാം, അനുഭവമുള്ള ഒരു കാര്യമായിരിക്കും അത്. ശുദ്ധമായ സാധനങ്ങൾ കഴിക്കുന്നതും നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന മോശമായ സാധനങ്ങൾ കഴിക്കുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം അത് അവർക്ക് സ്വയം ഫീൽ ചെയ്ത് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഇതിനിടയിൽ ഞാൻ ലിബിനോടൊരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. ഈ കൃഷി തുടങ്ങിയപ്പോഴേക്കും എന്തൊക്കെ വിളകളിൽ നിന്നായിരുന്നു ആരംഭിച്ചത്? ഞാൻ ആദ്യമായിട്ട് കൃഷി സ്റ്റാർട്ട് ചെയ്തത് പച്ചക്കറികളിലാണ്. പച്ചക്കറികളിൽ വെണ്ട, വഴുതന, തക്കാളി എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്താണ് നമുക്ക് അതിൽ നിന്ന് മാത്രമായിട്ട് ഒതുങ്ങി കാരണം പച്ചക്കറിയുടെ വില ഇന്നുള്ള മാർക്കറ്റ് വിലയല്ല നാളത്തേക്ക് ഉണ്ടാവുക.
അപ്പോൾ അതിന്റെ ഒരു പ്രശ്നം കാരണം ഞാൻ കിഴങ്ങ് വർഗ്ഗങ്ങളിലേക്ക് കൂടുതൽ കടന്നു. അപ്പോഴാണ് മഞ്ഞൾ, ഇഞ്ചി, കസ്തൂരി മഞ്ഞൾ അങ്ങനെയുള്ള രീതിയിലെല്ലാം ഒരുപാട് ശുദ്ധമായ വിത്ത് കിട്ടുക എന്നതായിരുന്നു ആദ്യത്തെ ഒരു പ്രശ്നം. അത് നമ്മുടെ ക്രോസ് ആവാത്ത തരം ഇനം വിത്തുകൾ കളക്ട് ചെയ്ത് അതിൽ നിന്നാണ് ഇപ്പോൾ ഈ നിൽക്കുന്ന ഒരു ലെവലിലോട്ട് വന്നത്. ഈ പച്ചക്കറി കൃഷി ചെയ്യുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടെ പ്രതിസന്ധികൾ വരാൻ സാധ്യതയുണ്ടല്ലേ? കാരണം കീടങ്ങളുടെ ആക്രമണം ഇതുപോലെ ഓരോ ദിവസവും പച്ചക്കറി കൃഷിയിൽ നമുക്ക് കീടങ്ങളുടെ അതായത് എപ്പോഴും പച്ചക്കറി കൃഷി എന്ന് പറയുന്നത് സ്ഥിരമായി ഒരു കെയർ വേണ്ട ഒരു കൃഷിയാണ് പച്ചക്കറി എന്ന് പറയാം. എല്ലാ കൃഷിയിലും കെയർ വേണം. ഇപ്പൊ ഏത് ചെടിക്കായാലും അതിനൊരു പ്രത്യേക കെയർ വേണ്ടത് തന്നെയാണ്. എങ്കിലും പച്ചക്കറികൾ ഏത് ഇതാണെങ്കിലും കുറച്ച് സെൻസിറ്റീവ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ദിവസവും നമ്മളുടെ പരിചരണം അതിന് കിട്ടിയില്ലെങ്കിൽ ഒരു ദിവസം പോലും നമ്മൾ അത് പരിചരിക്കാതിരുന്നാൽ നമുക്ക് അതിൽ നിന്നുള്ള നമ്മൾ വിചാരിച്ച പോലുള്ള ഒരു വരുമാനം അല്ലെങ്കിൽ അത് ഉണ്ടാവില്ല, തിരിച്ച് കിട്ടില്ല. അപ്പോൾ ആ ഒരു ചിന്തയിൽ നിന്നാണ് നമ്മുടെ എന്നും അങ്ങനെ സ്ഥിരമായ പരിചരണം ആവശ്യമില്ലാത്ത മഞ്ഞളിലേക്കും ഇഞ്ചിയിലേക്കും ഒക്കെ ഉള്ള ഒരു ചുവടുമാറ്റം ഉണ്ടായതല്ലേ? അതെ. അതുകൂടാതെ നമുക്കിപ്പോ വരുമാനം മഞ്ഞൾ അല്ലെങ്കിൽ ഇഞ്ചി, കസ്തൂരി മഞ്ഞൾ എന്നൊക്കെ പറയുന്നത് നമുക്കൊരു ആ ഒരു പെർട്ടിക്കുലർ ഇന്റർവെൽ കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഒരു വരുമാനം നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്രയധികം ഇതിന് കെയറോ കാര്യങ്ങളോ ആവശ്യമില്ല. അപ്പോൾ ഇത് തുടക്കത്തിലെല്ലാം ഈ മഞ്ഞളും ഇഞ്ചിയെല്ലാം ഇതുപോലെ പൊടിയാക്കാതെ നേരിട്ട് തന്നെ വിൽക്കുകയായിരുന്നു? ആദ്യത്തെ ഒരു തവണ മാത്രം, ഒരു സീസണിൽ മാത്രം ഞാൻ പച്ചയ്ക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. കാരണം എനിക്ക് അറിയില്ലായിരുന്നു അതെങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ളത്. ഇതിന് ഇത്രയും ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതും എനിക്ക് അറിയില്ലായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചുറ്റുമുള്ള കർഷകർ എന്തു ചെയ്യുന്നു, അതായത് പരമ്പരാഗതമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, അവര് കൃഷി ചെയ്യുന്നു, ചിലര് അത് ഉണക്കി കൊടുക്കുന്നു, ചിലര് പച്ചയ്ക്ക് കൊടുക്കുന്നു. അത് മാത്രമാണ് ചെയ്യുന്നത്. അതിന് ഇടനിലക്കാരോ അവര് വരുന്നു, അവർ പറയുന്ന വിലയ്ക്ക് കൊടുക്കുന്നു എന്നതായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ആ ഒരു ചിന്തയിൽ നിന്നും ഞാൻ അതിൽ നിന്ന് ഒരു 2 കിലോ ആണ് നമ്മൾ പൊടിച്ചു കൊടുത്തത്. ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ അല്ല, അവര് നമ്മളെ അറിയുന്ന സോഷ്യൽ മീഡിയകളിലെല്ലാം അറിയുന്ന ഒരു അമ്മ, ആ അമ്മയ്ക്ക് കൊടുത്തു. അവരിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ നമുക്കുള്ള ഇത്രയും കിലോ മഞ്ഞൾപ്പൊടികൾ അല്ലെങ്കിൽ നമ്മുടെ ഉൽപ്പന്നങ്ങളെല്ലാം വിറ്റുപോകുന്ന നിലയിലേക്ക് വന്നത്. എനിക്ക് തോന്നി മഞ്ഞപ്പൊടി എന്ന് പറയുന്നത് നമ്മുടെ വിപണിയിലെല്ലാം ഏറ്റവും കൂടുതൽ മായം ചേർക്കപ്പെടുന്ന ഒരു ഭക്ഷ്യവിഭവമാണ്. അതെ അതെ. അപ്പൊ നമ്മൾ ശുദ്ധമായ മഞ്ഞപ്പൊടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങാനും ആളുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാവരോടും, എന്നോട് ചോദിക്കുന്ന എല്ലാവരോടും പറയുന്നത്, എല്ലാ വീട്ടിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം, ഒരു മുളക് ചെടിയെങ്കിലും നടൂ എന്നേ ഞാൻ പറയൂ. ഇപ്പൊ മഞ്ഞൾ എല്ലാവരും പറയും, നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾ കൃഷി ചെയ്യുന്നു, നിങ്ങളുടെ മഞ്ഞൾപ്പൊടിയൊക്കെ വിറ്റ് പോവണ്ടേ, മറ്റുള്ളവരോട് നിങ്ങൾ മഞ്ഞൾ കൃഷി ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിക്കും. പക്ഷെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ നാട്ടിലുള്ള ഇപ്പൊ ഈ 3.5 കോടി 4 കോടി കേരളീയർക്ക് ഞാൻ അത് മാത്രമേ നോക്കുന്നു. മലയാളികൾക്ക് നമുക്ക് കഴിക്കാനുള്ള അത്രയും നമ്മൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചാൽ അതൊരു വലിയ കാര്യമാണ്. നമുക്ക് അത്രയും കൃഷിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് മറ്റുള്ളവർ കൃഷി ചെയ്യുന്നതിനെ കുറിച്ച് ഒരു വേവലാതിപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവരും കൃഷി ചെയ്യുക, പറ്റുന്നതെല്ലാം. അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ലിബിൻ പറഞ്ഞല്ലോ, മഞ്ഞൾ ആദ്യം ഒരു സീസണിൽ മാത്രം അതിങ്ങനെ പച്ചയ്ക്ക് വിറ്റു, അതിനുശേഷം ആ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് എന്ത് വ്യത്യാസമാണ് ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളത് തിരിച്ചറിഞ്ഞു. പിന്നെ എങ്ങനെയാണ് ഈ ഇഞ്ചി മഞ്ഞൾ ആദ്യം കൃഷി ചെയ്യുന്നു, പിന്നെ അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കുന്നു, ആ ഒരു മാതൃക വിപുലീകരിച്ചത് എങ്ങനെയായിരുന്നു? അതായത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ തന്നെ എനിക്കാകെ കൃത്യമായി പറഞ്ഞാൽ 2 കിലോ മഞ്ഞൾപ്പൊടിയാണ് എനിക്ക് വിൽക്കാൻ സാധിച്ചത്. അതായത് ഞാൻ ഉണ്ടാക്കി ഒരു മഞ്ഞൾ കൃഷി ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു അമ്മ എന്നോട് ചോദിച്ചു, ഞാൻ അവർക്ക് കൊടുത്തു. അവരതിന് ഒരു തുക തന്നു. ആ തുക ഒരു പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു തുകയായിരുന്നു. അത്രയും വലിയൊരു തുക. കാരണം എന്താ വെച്ചാൽ, അവര് പറഞ്ഞ ഒരേ ഒരു കാര്യം, ഇത്രയും ശുദ്ധമായി അവരുടെ ആ ഒരു പ്രായത്തിനിടയ്ക്ക്, അവര് റിട്ടയർ ചെയ്ത ഒരു അമ്മയാണ്, അവരുടെ ആ ഒരു പ്രായത്തിനിടയ്ക്ക് ഇത്രയും ശുദ്ധമായ മഞ്ഞൾപ്പൊടി കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു, അനുഭവിച്ചറിഞ്ഞു. അപ്പൊ അതിനുശേഷം ഞാൻ മനസ്സിലാക്കി, അതിൽ നിന്നും ഒരുപാട് പേർക്ക്, കുറച്ചു പേർക്കെങ്കിലും നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ എന്ന് പറഞ്ഞിട്ടാണ് അതിനെ മാർക്കറ്റ് ചെയ്യാൻ, സോഷ്യൽ മീഡിയ എങ്ങനെയെങ്കിലും ഉപയോഗപ്പെടുത്താം എന്നുള്ള രീതിയിൽ മുന്നോട്ട് വന്നത്. ആളുകൾ ഒരു തവണ, നമ്മളെ സംബന്ധിച്ചിടത്തോളം
അത് ഏത് കർഷകനായാലും ശുദ്ധമായി കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ, ശുദ്ധമായ ഉൽപ്പന്നങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ ഒരു ഉപഭോക്താവിലേക്ക് ഒരു തവണ മാത്രം അവരുടെ പ്രോഡക്റ്റ് എത്തിച്ചാൽ മതിയാകും. പിന്നീട് ഒരിക്കലും ഈ ക്വാളിറ്റിയിൽ അവർക്ക് കൊടുക്കാൻ സാധിച്ചാൽ ഒരിക്കലും ഒരു കസ്റ്റമറും അല്ലെങ്കിൽ ഒരു ഉപഭോക്താവും ഒരിക്കലും പുറത്തു പോവില്ല. ഈ ഒരു ക്വാളിറ്റിയിൽ അവർക്ക് കിട്ടുന്നത് പിന്നെ ഒരിക്കലും മറ്റെന്ത് സാധനം ഉപയോഗിച്ചാലും അവർക്ക് സാറ്റിസ്ഫൈഡ് ആവില്ല. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് അത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഒരു മാർക്കറ്റിംഗിൽ അതൊരു വലിയൊരു ആശയമാണെന്ന് എല്ലാവരും ഓർത്തിരിക്കേണ്ട. കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനത്തിലേക്ക് കടന്നു വരുന്ന എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. ഞാൻ അനുഭവിച്ചറിയുന്ന ഇപ്പോൾ അനുഭവിച്ചറിയുന്ന ഒരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളുടെ ഒരുപാട് അമ്മമാരൊക്കെ നമ്മളുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവരുടെ മക്കൾക്ക് എല്ലാം ദുബായിലോട്ടും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലോട്ടൊക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ അവിടെ അത് തീർന്നു കഴിഞ്ഞാൽ അവര് വേറെ പൊടികൾ ഉപയോഗിക്കുമ്പോൾ അവർക്ക് അതിന്റെ വ്യത്യാസം ഒരുപാട് മനസ്സിലാക്കി അവർ തന്നെ പറയാറുണ്ട്, അടുത്ത തവണ ഞങ്ങൾക്ക് കൂടുതൽ വേണം കൊണ്ടുപോകാൻ എന്ന് പറയാറുണ്ട്. കാരണം ഇത് ഉപയോഗിച്ചു കഴിഞ്ഞിട്ട് അവർക്കത് ശരിയാവില്ല. ആ ഒരു ഇതാണ് നമ്മള് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം. അതാണ്. അപ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾ അനുഭവിച്ചറിഞ്ഞും കേട്ടറിഞ്ഞും കിട്ടുന്ന ഒരു പബ്ലിസിറ്റി, അതാണ് ഏറ്റവും വലുതെന്നാണ് ലിബിൻ പറയുന്നത്. അത് കൂടാതെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് എങ്ങനെയാണ് നമ്മൾ സോഷ്യൽ മീഡിയ നമ്മുടെ ഉൽപ്പന്നങ്ങളെ പ്രൊമോഷൻ ഉപയോഗിക്കുന്നത്? നമുക്ക് കൂടുതലായിട്ടും നമ്മൾ എങ്ങനെയാണ് അങ്ങോട്ട് പറയേണ്ട ആവശ്യം വരാറില്ല. അതായത് ഒരാളിൽ നിന്നും 10 പേരിലേക്ക് ഒരു ഫ്ലാറ്റിൽ ഒരാൾ വാങ്ങിച്ചു എങ്കിൽ അതിന് ചുറ്റുമുള്ള അല്ലെങ്കിൽ അവരുടെ ബന്ധങ്ങൾ എല്ലാവരും, കൂട്ടുകാർ, ബന്ധുക്കൾ എല്ലാവരും മൗത്ത് പബ്ലിസിറ്റിയാണ് നമുക്ക് കൂടുതൽ വരുന്നത്. അവരൊരു 10 പേരിലേക്ക് എത്തും, 10 പേരിൽ നിന്ന് 100 പേരിലേക്ക് എത്തും. അങ്ങനെയാണ് ഉണ്ടാവുന്നത്. അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ നമ്മുടെ കൃഷി അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നറിഞ്ഞിട്ടാണ് ആളുകൾ ഇങ്ങോട്ട് നമ്മളെ അപ്രോച്ച് ചെയ്യുക. ഏത് രീതിയിലായാലും, ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും ഏത് രീതിയിലായാലും നമ്മൾ അങ്ങനെയാണ് കൃഷിയെ എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കുന്നു എന്ന് മനസ്സിലാക്കിയത്. ഈ മഞ്ഞളും ഇഞ്ചിയൊക്കെ കൂടാതെ ലിബിൻ നമ്മുടെ ചില പരമ്പരാഗത നെല്ലിനങ്ങളുടെ കൃഷി നടത്തുന്നുണ്ട്, അതിന്റെ വിപണനവും. അതെ. എന്തുകൊണ്ടാണ് ഈ പരമ്പരാഗത നെല്ലിനങ്ങൾ തിരഞ്ഞെടുക്കാൻ ഒരു കാരണം? അതിന്റെ പ്രധാനപ്പെട്ട കാരണം അതിന്റെ ഔഷധ ഗുണങ്ങളാണ്. ഇന്ന് ഒരുപാട് ചുരുങ്ങിപ്പോയി അത്തരം നെല്ലിനങ്ങൾ കൃഷി ചെയ്യുന്നത്. ഒരുപാട് വളരെ വിരലിലെണ്ണാവുന്ന കർഷകർ മാത്രമായി എന്ന് പറയില്ല, നാമമാത്രമായ കർഷകരിലേക്ക് ഒതുങ്ങിപ്പോയി. പക്ഷേ ആ ഒരു നെല്ലിനങ്ങളുടെ ആ ഗുണങ്ങൾ നമുക്ക് ഒരുപാട്, അതായത് മരുന്നുകൾ കീഴടക്കിയ നമ്മുടെ ഷെൽഫുകൾ സത്യത്തിൽ ഇത്തരം ജൈവ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ അരികളായാലും ധാന്യങ്ങളായാലും എല്ലാം അതിലോട്ട് തിരിച്ചു വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ആ കൃഷി ഇപ്പോഴും നിലനിർത്തി പോകുന്നതിന്റെ കാരണം അതാണ്. ലിബിൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു വളരെ കുറച്ച് സ്ഥലത്താണ് കൃഷി ആരംഭിച്ചതെന്ന്. ഇപ്പോൾ എത്ര സ്ഥലത്ത് കൃഷിയുണ്ട്? നമ്മൾ മഞ്ഞൾ മാത്രം നമ്മൾ 14 ഏക്കറോളം ചെയ്യുന്നുണ്ട്. പ്രതിഭ ഇനമാണ് ചെയ്യുന്നത്. മഞ്ഞളിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നമുക്കതിൽ കുർക്കുമിൻ എന്ന അതിന്റെ കണ്ടന്റ് ഉള്ളത് പ്രതിഭ ഇനം. ശരി. അപ്പൊ മഞ്ഞൾ മാത്രം 14 ഏക്കറിലുണ്ട്. മറ്റു വിളകളൊക്കെയോ? അതെ, നമ്മൾ കസ്തൂരി മഞ്ഞൾ കൂടുതലായിട്ടും കസ്തൂരി മഞ്ഞൾ ആളുകളുടെ ഒരു മിഥ്യാധാരണ കസ്തൂരി മഞ്ഞൾ മഞ്ഞ നിറത്തിലാണ് എന്നുള്ളതാണ്. അത് ഈ അടുത്ത കാലത്താണ് അതിൽ നിന്നും ഒരു മാറ്റം ആളുകൾ മാറി ചിന്തിച്ചു തുടങ്ങിയത്. അത് കസ്തൂരി മഞ്ഞളല്ല, മഞ്ഞക്കുവയാണ് എന്നുള്ളത്. കസ്തൂരി മഞ്ഞൾ ക്രീം നിറത്തിലും കർപ്പൂരത്തിന്റെ മണവുമായിരിക്കും. ആ ഒരു ഇതാണ് ഉള്ളത്. അതിന് നമ്മുടെ മുഖകാന്തിക്കും അല്ലെങ്കിൽ ശരീരത്തിൽ വരുന്ന ഫംഗസ് ഇൻഫെക്ഷൻസ്, സ്കിന്നിൽ വരുന്ന ഒരുപാട് അസുഖങ്ങൾക്ക് അത് പ്രതിവിധിയാണ് ഈ കസ്തൂരി മഞ്ഞളിൽ വരുന്ന ഒരുപാട് കണ്ടന്റുകൾ. അത് നമുക്ക് കാരണം 100 ഗ്രാം തന്നെ ഒരു വർഷത്തേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അതനുസരിച്ച് മാത്രമാണ് നമ്മൾ കസ്തൂരി മഞ്ഞളായാലും കൃഷി ചെയ്യുന്നത്. ഇഞ്ചി വരുന്നത് വരതയുണ്ട്, ഹിമാചൽ എന്ന് പറയുന്ന 2 ഇനങ്ങളാണ് വരുന്നത്. ഇഞ്ചി കൂടുതലും ആളുകൾക്ക് പച്ചയ്ക്ക് കൊടുക്കുന്നതിനേക്കാൾ ചുക്ക് പൊടിയായിട്ടുമാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ. മറ്റു വിളകളോ? മറ്റു വിളകൾ നമുക്ക് മധുരക്കിഴങ്ങുണ്ട്. മധുരക്കിഴങ്ങിന്റെ തന്നെ ഏകദേശം ഒരു 15ഓളം വ്യത്യസ്ത ഇനങ്ങൾ നമ്മളെ തണ്ടുകൾ ശേഖരിച്ച് കൃഷി ചെയ്യുന്നുണ്ട്. റെഡ് ആണെങ്കിലും നമുക്ക് വൈറ്റ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് ഇനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതല്ലാതെ പിന്നെ പച്ചക്കറികളാണ് ഉള്ളത്. കൂടുതലായിട്ടും നമുക്കിപ്പോ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് കേടായി പോകാത്ത രീതിയിലുള്ള പച്ചക്കറികളാണ് ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഒരു ദിവസം കൊണ്ട് മൂത്തു പോകുന്നു എന്ന അങ്ങനെ ഒരു രീതിയിൽ നോക്കാതെ നമുക്ക് മാക്സിമം വിളവ് കിട്ടുന്ന, ഒരുപാട് കീടബാധകൾ വരാൻ സാധ്യതയില്ലാത്ത ഇനങ്ങൾ നോക്കിയാണ് കൃഷി ചെയ്യുന്നത്. പാവലാണെങ്കിലും നമ്മൾ പ്രീതിയാണ് പാവൽ ചെയ്യുന്നത്. അതുപോലെ ഐശ്വര്യ എന്നൊരു ഇനമുണ്ട്.
അതാണ് കൂടുതൽ ചെയ്യുന്നത്. ഇത് കൂടാതെ ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കൂടാതെ ഈ വിത്തുകളുടെ വിപണനം നടത്തുന്നുണ്ടോ? വിത്തുകൾ നമ്മളോട് ചോദിക്കുന്ന അതൊരു വിപണനമായിട്ട് കാണാറില്ല. പക്ഷെ നമ്മളോട് ആളുകൾ ചോദിക്കുമ്പോൾ നമ്മൾ പരമാവധി കർഷകരെ സപ്പോർട്ട് ചെയ്യുക എന്നൊരു കൺസെപ്റ്റാണ് എനിക്കുള്ളത്. കാരണം എന്നെ തുടക്കത്തിൽ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വിത്തില്ലാത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കോഴികളെ വളർത്തി അതിൽ നിന്നും നമ്മൾ കോഴിക്കാഷ്ടം കൊണ്ട് കമ്പോസ്റ്റുകളും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ട്, വളങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എല്ലാം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഒരു കർഷകനിലേക്ക് എത്തിക്കാൻ പറ്റും, അവരുടെ ഉൽപ്പന്നങ്ങളെ എങ്ങനെ മാന്യമായ രീതിയിൽ വിൽക്കാൻ പറ്റും എന്നാണ് അവർക്കൊരു നിശ്ചിത വരുമാനം, അതേ ഞാൻ കണക്കാക്കുന്നു. ഇപ്പോൾ ലിബിൻ പറഞ്ഞല്ലോ ഒരുപാട് ഏക്കറിൽ മഞ്ഞൾ മാത്രം 14 ഏക്കർ കൃഷി ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇതെല്ലാം കൂടെ ഒരാൾക്ക് ഒറ്റയ്ക്കും നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കില്ലല്ലോ. ലിബിനെ സഹായിക്കാൻ ഇപ്പോൾ ആരാ ഉള്ളത്? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ആദ്യം എനിക്ക് ഏറ്റവും കൂടുതൽ എതിർപ്പുണ്ടായിരുന്നത് എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ അമ്മയിൽ നിന്നുമാണ് കൂടുതൽ എതിർപ്പുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ആ എതിർപ്പിനെ ഞാൻ നേരെ തിരിച്ചാക്കിയിട്ടാണ് ഏറ്റവും സപ്പോർട്ട് എനിക്ക് വീട്ടിൽ നിന്നും എൻ്റെ അമ്മയിൽ നിന്നുമാണ് എനിക്ക് കിട്ടുന്നത്. അതിൽ കൂടാതെ നമ്മൾ കൃഷിപ്പണിക്കായിട്ട് നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് വീട്ടമ്മമാരെ അല്ലെങ്കിൽ കൃഷിപ്പണി ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തിയാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഒരു തൊഴിൽ ദാതാവുമായി കഴിഞ്ഞിരിക്കുന്നു. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തൊക്കെ എത്തിപ്പെടാൻ പറ്റിയില്ല അതെല്ലാം ആളുകളിലേക്ക് പകർന്നു കൊടുക്കണം. പരമാവധി നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം. ഇപ്പം നമ്മൾ സാധാരണ ആളുകൾ ചിന്തിക്കുമ്പോഴേക്കും ഈ MBA എന്നൊക്കെ പറയുന്ന ഒരു വലിയ കോഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഇത്രയും ഏക്കറിൽ കൃഷി, ഇത് രണ്ടും കൂടെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്? ഇല്ല, എൻ്റെ കൂട്ടുകാരാണെങ്കിലും ഇല്ലെങ്കിൽ എന്നെ അറിയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ഒരുപാട് ബന്ധങ്ങളുണ്ട്. അവരെല്ലാം പറയുന്നത് എനിക്ക് മാത്രം ഒരു ദിവസം 48 മണിക്കൂറാണോ എന്നാണ് അവരെന്നോട് ചോദിക്കുക. അതായത് അങ്ങനെയാണ് അവരെന്നോട് ചോദിക്കാറുള്ളത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം നമ്മൾ ഒരു സെക്കൻഡ് ആണെങ്കിലും അത് പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചാൽ വലിയൊരു കാര്യമാണ്. ഇപ്പൊ ഇന്ന് ശനിയാഴ്ചയാണ്, ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് ഉൾപ്പെടെ നമ്മുടെ കൃഷിയുടെ ചുറ്റും നമുക്ക് ചുറ്റും കൃഷി പണി നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ നടുവിലാണ് ഇരുന്ന് സംസാരിക്കുന്നത്. നമ്മൾ ഇത്രയൊക്കെ കൃഷിയുടെ ഒരു വിജയഗാഥയെ പറ്റി പറഞ്ഞെങ്കിലും ഇപ്പോഴും നമ്മൾ ചെറുപ്പക്കാരൊക്കെ കൃഷിയെ പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യം കേൾക്കുന്നത് കർഷക ആത്മഹത്യ, വിളനാശം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ നാട്ടിലെ യുവാക്കൾ കൃഷിയിലേക്ക് വരാൻ മടിക്കുന്നത്? എന്താണ് ലിബിന് അവർക്ക് നൽകാനുള്ള ഒരു മറുപടി എന്താണ്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു വരുമാനം ഇല്ലായ്മ എന്നതാണ് ആളുകളെ ആദ്യമായി അലട്ടുന്ന ഒരു കാര്യം. അതായത് കൃത്യമായി വരുമാനം കിട്ടിയില്ലെങ്കിലോ കൃഷി നശിച്ചു പോയാലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട്. രണ്ടാമത്തെ കാര്യം, ആളുകൾ അംഗീകരിക്കുന്നില്ല, സമൂഹം അംഗീകരിക്കുന്നില്ല. ആളുകളുടെ ഒരു ചിന്താഗതികൾ, എല്ലാവരുമല്ല എങ്കിലും ഇന്നും ഒരു വലിയ വിഭാഗം സമൂഹം ചിന്തിക്കുന്നത് വൈറ്റ് കോളർ ജോബ് എന്നൊരു കൺസെപ്റ്റാണ്. അത് കൃഷി എന്നാൽ ഒരു മോശം, കൃഷിക്കാരൻ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവൻ, കൃഷിയിൽ നിന്ന് ബിസിനസ് ചെയ്യുന്നവരെ എപ്പോഴാണ് നമ്മൾ അംഗീകരിച്ചത്? അയാൾ ഒരു സക്സസ് ആയി ഒരു നിലയിലെത്തുമ്പോൾ മാത്രമാണ് ഏത് ബിസിനസ് ചെയ്തവരെയും നമ്മൾ അംഗീകരിച്ചിട്ടുള്ളൂ. ഏത് സമൂഹം, നമ്മുടെ സമൂഹം അങ്ങനെയാണല്ലോ. അതുപോലെ തന്നെയാണ് കൃഷിയും. കൃഷിയിലെ ഇപ്പോ ചെറുപ്പക്കാർക്ക് വരാൻ മടി വരുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സപ്പോർട്ടില്ല. നമ്മൾ കൃഷിയിലോട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം കേൾക്കുന്നത് മുഴുവൻ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിൽ തന്നെയാണെങ്കിലും നമ്മൾ കൃഷിയിലാണെങ്കിലും നമ്മൾ എല്ലാം നെഗറ്റീവ് കേൾക്കുമ്പോൾ നമ്മുടെ ലൈഫും നെഗറ്റീവിൽ തന്നെ ഒതുങ്ങി പോവില്ലേ? അതാണ് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം. നമ്മൾ ചുറ്റുമുള്ള പോസിറ്റീവുകൾ കേൾക്കുക, പോസിറ്റീവ് കാര്യങ്ങൾ എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുമ്പോൾ നമുക്കതൊരു കൃഷിയാണെങ്കിലും ഏത് മേഖലയാണെങ്കിലും നമുക്കൊരിക്കലും അതിലോട്ട് ഇറങ്ങാൻ ഒരു മടി ഉണ്ടാവില്ല. അതേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ സർക്കാരെല്ലാം കൃഷിയെയും കൃഷിക്കാരെയും പിന്താങ്ങാൻ വേണ്ടി ധാരാളം പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. ഇതെല്ലാം ലിബിന് സഹായകമായിട്ടുണ്ടോ? അതായത് ഞാൻ ആദ്യം ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരു പ്രശ്നം അതാണ്. കാരണം നമ്മളിലേക്ക് എത്തില്ല. ഒരു ചെറുകിട കർഷകനിലേക്ക് നമ്മളുടെ എത്ര വലിയ പദ്ധതികളോ എത്ര ചെറിയ പദ്ധതികളോ ആയാലും, അതായത് എന്നിലേക്ക് എത്തിയത് കുറവായിരുന്നു. പിന്നീട് എങ്ങനെ പറയാ, കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്നുള്ള പറയുന്നത് പോലെയാണ് നമ്മൾ ഓരോ തവണയും കൃഷിഭവനുകൾ കയറി ഇറങ്ങുകയും കൃഷിയുമായിട്ട് കൂടുതൽ അടുക്കുകയും ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്കും എത്തും. നമ്മൾ അങ്ങോട്ട് എത്ര ദൂരം നടക്കുന്നു, കൃഷിയോടുള്ള ആ ഒരു ബന്ധം എത്രത്തോളം ഉണ്ടാക്കിയെടുക്കുന്നു, അത്രത്തോളം കൃഷി നമ്മളിലോട്ടും അടുത്തു വരും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
വളരെ വിലപ്പെട്ട അറിവുകളാണ് ലിബിൻ ഇത്രയും നേരം കൊണ്ട് നമ്മുടെ ശ്രോതാക്കളിലേക്ക് എത്തിച്ചത്. താങ്ക് യു. കൃഷി ചെയ്യാൻ മനസ്സുണ്ട്, മണ്ണിലിറങ്ങി അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ അതിൽ വിജയിക്കുകയും വളരെ മാന്യമായൊരു വരുമാനം നേടാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ള വിലപ്പെട്ട അറിവ് നൽകിയതിന് വളരെ നന്ദി. Thank you. ലിബിൻ്റെ തുടർന്നുള്ള സംരംഭങ്ങൾക്കും എല്ലാ വിജയാശംസകളും നേരുന്നു. വളരെ നന്ദി. വളരെ സന്തോഷം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പഠനത്തോടൊപ്പം കൃഷിയും വിജയകരമായി കൊണ്ടുപോകുന്ന യുവ കർഷകൻ ലിബിൻ കേരളീയവുമായി അഖിൽ സുകുമാരൻ നടത്തിയ അഭിമുഖം. ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം റിയ. യുവവാണി സമാപിക്കുന്നു.